പിന്നാക്ക വിഭാഗങ്ങളെ കോൺഗ്രസ് പരിഗണിക്കുന്നില്ലെന്ന വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. തോൽക്കുന്ന സീറ്റുകളിൽ മാത്രമാണ് ഈഴവർ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുന്നതെന്നാണ് വിമർശനം. കെ സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയവർ നേതൃനിരയിലേക്ക് വരാൻ അർഹതയുള്ളവരാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്ത വിധി ശിവഗിരി മഠം സ്വാഗതം ചെയ്തു. ആർ ശങ്കർ മുഖ്യമന്ത്രിയായി വർഷങ്ങൾക്ക് ശേഷവും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലെന്നാണ് ശിവഗിരി മഠാധിപതിയുടെ വിമർശനം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അടൂർ പ്രകാശ്, കെ സുധാകരൻ തുടങ്ങിയവരെല്ലാം നേതൃനിരയിലെത്താൻ യോഗ്യതയുള്ളവർ. കാലങ്ങളായി പിന്നാക്ക വിഭാഗങ്ങളെ പരിഗണിക്കുന്നത് തോൽക്കുന്ന സീറ്റുകളിൽ മാത്രമെന്നും മഠാധിപതി വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി ശിവഗിരി വന്നപ്പോൾ പിന്നോക്ക ജനവിഭാഗങ്ങൾ തഴയപ്പെടുന്നതും ഞാൻ ശ്രദ്ധയപ്പെടുത്തി ഒരു നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. 2 പേജ് നീണ്ടു നിന്ന നിവേദനം ജയിക്കുന്ന സീറ്റുകളിൽ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകി അവരെ സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കെ കരുണാകരന്റെയും ആന്റണിയുടെയും സർക്കാരിന്റെ കാലത്ത് കൃത്യമായ പരിഗണനയുണ്ടായെന്നും ശിവഗിരി മഠം ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കം ചെയ്ത ഹൈക്കോടതി നടപടി ശ്രീനാരായണ ഭക്തർക്ക് ആശ്വാസം നൽകുന്നതാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.